ഡെൻസ് വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം. ചക്ക ഇപ്പോൾ കൂടുതലായിട്ട് കേരളത്തിൽ ഉണ്ടാകുന്നൊരു സമയമാണ്. ചക്ക കൊണ്ട് ചക്കത്തോരൻ ഉണ്ടാക്കാറുണ്ട്, വട, കട്ട്ലേറ്റ്, അതേപോലെ തന്നെ ഒരല്പം മൂത്ത ചക്കയാണെങ്കിൽ ചക്ക വിളയിച്ചത്, അതേപോലെ തന്നെ ചക്ക വറുത്തത്, അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിൽ ചക്ക ഉപ്പേരി എന്ന് പറയും. ഇനി പഴുത്ത ചക്ക കൊണ്ടാണെങ്കിൽ ചക്ക പായസം, ചക്ക അട, സ്ക്വാഷ്, ജാമ്, എന്തൊക്കെ വിഭവങ്ങളാണല്ലേ. അപ്പോൾ ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഇടിച്ചക്ക തോരനാണ്. വളരെ ചെറിയൊരു ചക്ക കൊണ്ട് എങ്ങനെയാണ് ഇടിച്ചക്ക തോരൻ എളുപ്പമായിട്ട് ഉണ്ടാക്കാനായിട്ട് സാധിക്കുക എന്ന് പറയാം. അതിനുമുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തണം. കൂടാതെ പുതിയ പുതിയ നോട്ടിഫിക്കേഷനുകൾക്കായി ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യാൻ മറക്കണ്ട. ഞാൻ ഈ ചക്ക മുറിക്കുന്നതെല്ലാം എടുക്കാനായിട്ട് മറന്നുപോയി എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ എങ്കിലും അതെങ്ങനെയാണ് മുറിക്കേണ്ട വിധം, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞു തന്നേക്കാം. നമ്മൾ ചക്ക മുറിക്കുന്നതിന് മുമ്പ് രണ്ട് കൈയിലും, അതിൻ്റെ കൈയുടെ ബാക്കിലും, ചക്ക മുറിക്കാൻ ഉപയോഗിക്കുന്ന കത്തിയിലും നന്നായിട്ട് വെളിച്ചെണ്ണ ഒന്ന് അപ്ലൈ ചെയ്യണം. അല്ലെങ്കിൽ നമ്മുടെ കൈകളിലും അതുപോലെ കത്തിയിലൊക്കെ പശ പിടിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. ചക്ക മുറിച്ചതിന് ശേഷം കത്തിയിൽ പശ ഉണ്ടെങ്കിൽ തീ ഒന്ന് കത്തിച്ചതിന് ശേഷം കത്തി ഒരല്പം നേരം ചൂടാക്കിയതിന് ശേഷം ഒരു പേപ്പർ കൊണ്ട് നന്നായിട്ട് തുടച്ച് നീക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ക്ലീനായിട്ട് കിട്ടും. അതല്ല എങ്കിൽ ഒരല്പം മണ്ണെണ്ണ പുരട്ടിയിട്ട് ഒരു പേപ്പർ കൊണ്ട് തുടച്ച് നീക്കിയാലും മതി. ഇനി ചക്ക നമ്മൾ മുറിക്കുന്നതിന് മുമ്പ് ഒരു മുറത്തിൽ അല്ലെങ്കിൽ ചിലപ്പോൾ തറയിലൊക്കെ വെച്ചിട്ടായിരിക്കും മുറിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ അടിയിൽ 2-3 ഷീറ്റ് ന്യൂസ് പേപ്പർ കൊണ്ട് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ വെച്ച് ചക്ക മുറിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ പശയൊന്നും തറയിലൊന്നും ആവത്തില്ല. അതുമാത്രമല്ല, നമ്മൾ മുറിച്ചതിന് ശേഷം ഈ വേസ്റ്റൊക്കെ ആണെങ്കിലും അത് മാറ്റാനായിട്ടും വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. ഇനി നമ്മളിവിടെ പഴുക്കാത്ത, അതുപോലെ മൂക്കാത്തൊരു ചക്കയാണ് എടുക്കേണ്ടത് ഇടിച്ചക്ക തോരനായിട്ട്. അപ്പോൾ നല്ല പച്ച കളറായിരിക്കും ഇടിച്ചക്ക തോരൻ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ചക്കയ്ക്ക്. ആ ചക്കയുടെ മുള്ളുകൾക്കൊക്കെ നല്ല പച്ച കളറായിരിക്കും. ഇനി മൂത്ത് തുടങ്ങുമ്പോഴേക്കും ഈ ചക്കയുടെ മുള്ളുകൾ തമ്മിലുള്ള അകലെ തിരിച്ച് കൂടി വരും. അതുകൂടാതെ പഴുത്ത് വരുമ്പോഴേക്കും ഈ ചക്ക ഒരല്പം മഞ്ഞക്കളറും പിന്നീട് ആ മുള്ളിൻ്റെ അവിടെയൊക്കെ ആണെങ്കിൽ ഒരല്പം ഒരു കറുത്തൊരു കളറൊക്കെ ആയിട്ട് മാറാനായിട്ട് ചാൻസ് ഉണ്ട്. കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ആദ്യം തന്നെ ചക്കത്തോരൻ ഉണ്ടാക്കാനായിട്ട് ചക്ക 4ആയിട്ട് മുറിച്ചതിന് ശേഷം അതിൻ്റെ ആ മുകളിൽ ഉള്ള ആ അരികു ഭാഗത്ത് ഒരല്പം പശ ഉണ്ടാകും. അതൊരു പേപ്പർ വെച്ച് തൂത്ത് നീക്കുക. ശേഷം എൻ്റെ ബാക്കിൽ ആ മുള്ളുള്ള ഭാഗം, ചക്കയുടെ മുള്ളുള്ള ഭാഗം, മുള്ളൊരു അല്പം കനത്തിൽ തന്നെ മുറിച്ച് മാറ്റണം. ശേഷം നമുക്കത് ഓരോ കഷ്ണങ്ങളും നമുക്ക് ഒരു സാമ്പാറിൽ ഉരുളക്കിഴങ്ങൊക്കെ ഇടില്ലേ, നമ്മുടെ ഒരു ചെറുവിരലിൻ്റെ ഒരു പകുതി, മുക്കാൽ ഭാഗം, ആ പകുതി അല്ലെങ്കിൽ മുക്കാൽ ഭാഗം, അതിൻ്റെ ആ ഒരു വലിപ്പത്തിൽ നമ്മൾ ഓരോ കഷ്ണങ്ങളും ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റുക. അതിനുശേഷം നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു കുക്കർ എടുത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരല്പം ഉപ്പും ഒരു നുള്ളും മഞ്ഞൾപ്പൊടിയും, ഉപ്പ് ആവശ്യത്തിന് നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ. ഞാനിവിടെ ഒരല്പമാണ് ആദ്യം ചേർത്തത്. പിന്നീട് നമുക്ക് അത് തോരനാക്കുന്ന സമയത്ത് ബാലൻസുള്ളത് ചേർക്കാമെന്ന് വിചാരിച്ചു. അതിന് ചേർത്ത് 2 വിസിൽ വരുന്നവരെ നന്നായിട്ട് വേവിച്ചതിന് ശേഷം, വിസിലെല്ലാം പോയി ആവിയെല്ലാം പോയതിന് ശേഷം ഞാൻ എടുത്ത് മാറ്റി വെച്ചിരിക്കുന്നതാണ്. വേവിച്ച് വെച്ചിരിക്കുന്ന ചക്ക മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുക്കുക. അതല്ല എങ്കിൽ നമ്മുടെ കല്ലിൽ വെച്ച് ഒന്ന് ചതച്ചെടുത്താലും മതി. അധികം അങ്ങോട്ട് അരഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. നമുക്കിനി തേങ്ങ അരപ്പ് തയ്യാറാക്കാം. അതിനായി 1 സ്പൂണോളം ചെറുജീരകം എടുക്കണം. അതുപോലെ തന്നെ 1 കപ്പ് തേങ്ങ, 2 പച്ചമുളക്, 6 ചുവന്നുള്ളി അല്ലെങ്കിൽ ചെറിയ ഉള്ളി, 2 വെളുത്തുള്ളി, കൂടാതെ ആവശ്യത്തിന് വേപ്പില. ഇതെല്ലാം മിക്സിയിലിട്ട് നന്നായി അടിച്ച് പേസ്റ്റ് രൂപത്തിലാക്കി നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ചുവട് കട്ടിയുള്ള ഒരു പാത്രം അടുപ്പത്ത് വെച്ച് നന്നായി ചൂടായി കഴിയുമ്പോഴേക്കും അതിലേക്ക് 3 സ്പൂണോളം ഓയിൽ ചേർക്കാം. ഞാനിവിടെ കോക്കനട്ട് ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെജിറ്റബിൾ ഓയിൽ ചേർക്കാവുന്നതാണ്. അത് ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച്. എണ്ണ ചെറുതായി ചൂടായി വരുന്നുണ്ട്. നന്നായി ചൂടായി വരുമ്പോഴേക്കും നമുക്ക് 1/4 സ്പൂണോളം കടുക് ചേർത്ത് കടുക് നന്നായി പൊട്ടി വരണം.
കടുക് വേണമെങ്കിൽ ചേർക്കണ്ട. കടുക് ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിരിക്കും. കടുക് ചെറുതായി പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. നന്നായി പൊട്ടി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് വേപ്പില കൂടി ചേർക്കാം. വേപ്പില ചേർത്തതിന് ശേഷം നമുക്കതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, 1/4 സ്പൂണോളം മുളക് പൊടി, പിന്നീട് ഞാൻ ചേർക്കുന്നത് കുരുമുളക് പൊടി ചതച്ചതാണ്. അതിനുശേഷം നമ്മൾ ഇടിച്ചു വച്ചിരിക്കുന്ന ചക്കയും തേങ്ങ അരപ്പും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. അടിയിൽ പിടിക്കാനായിട്ട് ചാൻസ് ഉണ്ട്, അതാണ് നന്നായി ഇളക്കിക്കൊണ്ടിരിക്കണം. നന്നായി ഇളക്കി യോജിപ്പിച്ച് ഒരു 5 മിനിറ്റ് ഇങ്ങനെ ചെറുതായിട്ട് ഇളക്കി കഴിയുമ്പോഴേക്കും നന്നായിട്ട് അത് പാകമാകും. വഴറ്റിക്കൊണ്ടിരിക്കുക. അതിനുശേഷം നമുക്കൊരു 1/4 ടീസ്പൂണോളം വെളിച്ചെണ്ണ അതിൻ്റെ മുകളിലേക്ക് ഒന്ന് വിതറിയതിന് ശേഷം ഒന്നും കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നല്ല സ്വാദിഷ്ടമായ ഇടിച്ചക്ക തോരൻ റെഡിയാകും. ഇപ്പോൾ ഇത് ചോറിന് പകരമായിട്ട് നമുക്ക് കഴിക്കാം, അതല്ലെങ്കിൽ ഒരു സ്നാക്സായിട്ട് കഴിക്കാം. ഇനി നല്ല ബീഫ് കറി അല്ലെങ്കിൽ മീൻ ചാറൊക്കെ ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ഇടിച്ചക്ക തോരൻ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കഴിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ഓരോ വിലപ്പെട്ട നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് പറയാനുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ആ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ ഓരോ റെസിപ്പികളും ട്രൈ ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.